ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 1ാം ക്ലാസ്സിലെ ഉത്കഥനം 3ാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 1ാമത്തെ ദിവസം 2ാമത്തെ ദിവസം കഴിഞ്ഞു, നാളെ 3ാമത്തെ ദിവസമാണല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വർക്ക്ഷീറ്റ് നമ്പർ 11 മുതലാണ് തുടങ്ങുന്നത്. കാക്കയുടെ കൗശലം. ചിത്രം നോക്കി കഥ പൂർത്തിയാക്കൂ. താഴെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ചിത്രം തന്നിട്ടുണ്ട്. അത് നോക്കി നമുക്കൊരു കഥയാണ് പൂർത്തിയാക്കേണ്ടത്. 1ാമത്തെ ചിത്രം നോക്കൂ. ഒരു വലിയ മാവ്, മാവിൽ നിറയെ മാങ്ങകൾ. കറുമ്പിക്കാക്ക അവിടെയാണ് താമസം. താഴെ ഒരു കുളം, കുളത്തിൽ കുറേ തവളകൾ. അവരെല്ലാം കുറുമ്പിയുടെ കൂട്ടുകാരാണ്. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ബാക്കിയുള്ള ചിത്രത്തിന് നമ്മളാണ് കഥ എഴുതേണ്ടത്. അപ്പം നമുക്ക് എന്തെഴുതാം? 2ാമത്തെ ചിത്രം നോക്കൂ. ഒരു ദിവസം കണ്ണൻ പാമ്പ് അവിടെ എത്തി. കുറുമ്പികളുടെ മുട്ടകൾ തിന്നുകയായിരുന്നു അവൻ്റെ ലക്ഷ്യം. കണ്ണനെ കണ്ടതും തവളക്കുട്ടന്മാർ പേടിച്ചു അങ്ങും ഇങ്ങും ഓട്ടമായി. എന്നിട്ടോ താഴെയാണ് ബാക്കി കഥ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ കൂട്ടുകാരുടെ ഐഡിയക്ക് അനുസരിച്ച് കഥ എഴുതണം. അപ്പോൾ ഇത്തരത്തിലൊരു കഥ എഴുതാനോ എന്തെങ്കിലും ഒന്ന് വിവരണം എഴുതാനോ കൂട്ടുകാർ പ്രതീക്ഷിക്കാവുന്നതാണ്. നന്നായിട്ട് എഴുതാനൊക്കെ പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇനി 2ാമത്തെ വർക്ക്ഷീറ്റ് നമ്പർ 12 റോഡ് നിയമങ്ങളാണ്. ശരിയായവക്ക് ടിക്ക് അടയാളവും തെറ്റായവക്ക് ഇൻഡു അടയാളവും നൽകൂ. വരിയായി നിന്ന് ബസ്സിൽ കയറുന്നു. ഇത് ശരിയാണോ തെറ്റാണോ? ഓടുന്ന വാഹനത്തിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യുന്നു. ഏതാണ്? വരിയായി നിന്ന് ബസ്സിൽ കയറുന്നു എന്നത് ശരിയാണ്. ഓടുന്ന വാഹനത്തിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യുന്നത് തെറ്റാണ്. അപ്പോൾ അവിടെ ഇൻഡു ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അടുത്തത് നോക്കൂ. ഹെൽമറ്റ് ധരിച്ച് ബൈക്ക് ഓടിക്കുന്നു. അത് ശരിയാണ്. റോഡിൽ കളിക്കുന്നു. അത് തെറ്റാണ്. ഒരു റോഡ് നിയമം സ്വന്തമായി എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് റോഡ് നിയമങ്ങൾ അറിയാമല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം. ഓടുന്ന വാഹനങ്ങളിൽ ഇരുന്നു കൊണ്ട് കൈയും തലയും പുറത്തിടരുത്. ഓക്കെ, ഓടുന്ന വാഹനങ്ങളിൽ ഇരുന്നു കൊണ്ട് കൈയും തലയും പുറത്തിടരുത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാവുന്നതാണ്. കാൽനട യാത്രക്കാർ വഴിയുടെ വലതുവശം ചേർന്ന് നടക്കണം. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഇനി അടുത്തത് 13ാമത്തെ വർക്ക്ഷീറ്റാണ്. ജങ്കുവിൻ്റെ മിടുക്ക്. വായിച്ചു നോക്കി താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. പശു തൊഴുത്തിൻ്റെ മുകളിൽ തെങ്ങ് വീണു. ആളുകൾ ഓടിക്കൂടി. കയറ് കെട്ടി തെങ്ങ് വലിച്ചു. തെങ്ങ് അനങ്ങിയില്ല. ജങ്കു ഓടി വന്നു തെങ്ങ് വലിച്ചു മാറ്റി. എല്ലാവർക്കും ജങ്കുവിനെ ഇഷ്ടമായി. ആളുകൾ ജങ്കുവിന് വയറു നിറയെ ഇളനീർ നൽകി. സമ്മാനമായി ഒരു മാണിമാലയും നൽകി. 1ാമത്തത് എവിടെയാണ് തെങ്ങ് വീണത്? എവിടെയാണ് തെങ്ങ് വീണത്? പശു തൊഴുത്തിൻ്റെ മുകളിൽ. അപ്പോൾ അവിടെ എഴുതേണ്ടത് പശുത്തൊഴുത്തിന്റെ മുകളിൽ. ഇനി അടുത്തത് ആളുകൾ കയറ് കെട്ടി തെങ്ങ് വലിച്ചു മാറ്റി. ഇത് ശരിയാണോ തെറ്റാണോ? എന്താണ്? തെറ്റാണ്. ആളുകൾക്ക് വലിച്ചു മാറ്റാൻ കഴിഞ്ഞില്ല. ഈ ചിത്രത്തിന് അനുയോജ്യമായ വാക്യം ഏതാണ്? പശുത്തൊഴുത്തിന്റെ മുകളിൽ നിന്നും ജങ്കു തെങ്ങ് എടുത്തു ഉയർത്തുന്നു. പശുത്തൊഴുത്തിന്റെ മുകളിൽ നിന്നും ജങ്കു തെങ്ങ് എടുത്തു ഉയർത്തുന്നു. അതാണ് ശരിയായ വാചകം. നാട്ടുകാർ ജങ്കുവിന് എന്തൊക്കെ നൽകി? എന്താണ്? ഇളനീരും മണിമാലയും നൽകി. അപ്പോൾ അവിടെ ഇളനീരും മണിമാലയും എന്ന് എഴുതി കൊടുക്കണം. ഇനി 14ാമത്തെ വർക്ക്ഷീറ്റാണ് സമ്മാനപ്പൊതി. സമ്മാനപ്പൊതിയിലെ പഴങ്ങൾ എണ്ണി നോക്കി കളത്തിൽ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോന്ന്, ഇപ്പം മാമ്പഴം എത്രയാണ്, ആപ്പിൾ എത്രയാണ്, അങ്ങനെ ഓരോന്നും എണ്ണി നോക്കണം. മാമ്പഴം എണ്ണി നോക്കൂ. 1 2 3 4 5 6 7 8 9 10. എത്രയാണ്? 20 എണ്ണമുണ്ട്. ആപ്പിൾ ആണെങ്കിലോ 42 എണ്ണമുണ്ട്. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് എണ്ണി നോക്കിയതിന് ശേഷം മാത്രം ഉത്തരം എഴുതണം. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. ഓറഞ്ചോ 24 ഓറഞ്ച് ഉണ്ട്. വാഴപ്പഴം 36 എണ്ണമുണ്ട്. ഇനി പഴങ്ങളുടെ എണ്ണം വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേതാണ് ചെറുത് എന്ന് പറയുന്നത്? 20 ആണല്ലേ. ഇവിടെ വന്നിട്ടുള്ള 20 ആണ്. അപ്പോൾ 20, അതിനേക്കാൾ വലുത് 24, അതിനേക്കാൾ വലുത് 36, അതിനേക്കാൾ വലുത് 42. അപ്പോൾ 20, 24, 36, 42 അങ്ങനെയാണ് നിങ്ങൾ ഇതിന് ക്രമപ്പെടുത്തി എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.